ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് ആർട്ട് പൈലറ്റ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ നീ ഒരു തമ്മിൽ കണ്ടപ്പോ തന്നെ നിനക്ക് പിടിച്ചിട്ടുണ്ടാവും. യെസ് ഗൈസ്, നമ്മുടെ ബയോളജിയുടെയും ഇംഗ്ലീഷിന്റെയും ആൻസർ പേപ്പർ ഡിസ്കഷൻ ആണ്. ഗൈസ്, സത്യം പറയാലോ, ഇത്ര എക്സാംസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു എക്സാം ആണ് ഇത് രണ്ടെണ്ണോ. ബാക്കി ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ബാക്കി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്ര ഒരു അടിപൊളിയായിട്ട് നല്ലൊരു എൻജോയബിൾ ആയിട്ട് എഴുതിയ എക്സാംസ് ഇത് രണ്ടെണ്ണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു എന്താ പറയാ, ഇംഗ്ലീഷും ബയോളജിയും അടിപൊളിയായിരുന്നു റിയലി. അപ്പോ ഇംഗ്ലീഷ് ഇതാണ്. യെസ് ഗൈസ്, ഇംഗ്ലീഷില് ശരിക്കും ഗ്രാമർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഓക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷെ ഗ്രാമറിന്റെ കാര്യം വരുമ്പോൾ ഇത്തിരി ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഗ്രാമർ ഈസ് സോ ടഫ്. എന്തായാലും ഓക്കെ ആണ് ഗൈസ്, ഗ്രാമറിൽ എന്തായാലും ചിലതൊക്കെ കറക്റ്റ് ആവും. എന്നാലും എനിക്ക് ഇത്തിരി കൂടി വിഷമമുണ്ട്. കാരണം എന്താ പറയാ, ഗ്രാമർ പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഓക്കെ, ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഫസ്റ്റത്തെ ആൻസർ എഴുതി, സെക്കൻഡ് ആൻസർ എഴുതി, എല്ലാരും എഴുതി കേട്ടോ, എല്ലാരും എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, നമ്മുടെ എക്സാം കഴിയണതിന് മുമ്പ് അരമണിക്കൂർ കേട്ടോ, ആ ഒരു അരമണിക്കൂറിന് മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 21 എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് അരമണിക്കൂർ കൊണ്ട് ഞാൻ ഗ്രാമർ ഫിനിഷ് ആക്കിയത്. അതെല്ലാ എക്സാമിനും, എല്ലാ ഇംഗ്ലീഷിന്റെ എക്സാമിനും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. അതുകൊണ്ട് ഒരു പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോ എന്തായാലും ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രാമർ ഒഴിച്ച് ബാക്കി എല്ലാവരും പക്ക പെർഫെക്റ്റ് ആയിരുന്നു. ബട്ട് എന്താ പറയാ, ഈ ഒരു ഗ്രാമർ കാരണം എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയബിൾ ആയിട്ട് ഞാൻ ടോട്ടല് 6 ഷീറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 6 പേപ്പർ ടോട്ടൽ എടുത്തു കേട്ടോ. അപ്പൊ ഭയങ്കര ഒരു ഹാപ്പിനെസ് എനിക്ക് തോന്നി. എന്തായാലും 6 പേപ്പറൊക്കെ എടുത്തിട്ട് ആദ്യമായിട്ടാണ് ചെയ്യണത്. 5 പേപ്പർ എടുത്തിട്ടുണ്ട്, പക്ഷെ 6 പേപ്പർ എടുത്തിട്ട് ഈ ഒരു ഇംഗ്ലീഷാണ് എഴുതിയിട്ടുള്ളത്. കാരണം എന്താ പറയാ, 7 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ട് നല്ല അതിലുള്ള കണ്ടന്റ് ഒക്കെ വെച്ചിട്ട് എഴുതണമല്ലോ. അപ്പോ മാക്സിമം ഒരു പേപ്പർ തീർന്നിട്ടുണ്ടാവും അത് എഴുതി വരുമ്പോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ മുഖം എന്റെ തെളിഞ്ഞിരിക്കുമ്പോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും കാര്യം ഇത്രക്ക് സന്തോഷത്തിലാണെന്ന് ഞാൻ. അപ്പോ അതുപോട്ടെ. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് അതിനെ പറ്റിയിട്ടുള്ള കാര്യം ഇതൊക്കെയാണ്. ഇനി ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ബയോളജി ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു പോയൊരു എക്സാം ആയിരുന്നു കേട്ടോ. കാരണം റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻസ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ലായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു മൂഡ് ഔട്ട് ആയിരുന്നു റിയലി ബയോളജിയുടെ കാര്യത്തില്. പക്ഷേ ഗൈസ്, ബയോളജിയുടെ കാര്യത്തില് ഈ ഒരു മൂഡ് ഔട്ട് ഉണ്ടായെങ്കിലും ഞാൻ സ്കോർ ആക്കി. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബയോളജിയും. കാരണം ഞാൻ പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താ പറയാ, നമ്മളിങ്ങനെ ഭയങ്കര ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊന്നും ഈ ഒരു ബയോളജിയിൽ ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് വൈ ഐ ആം സോ ഹാപ്പി. അപ്പോ ഈ ഒരു ബയോളജിയുടെ പേപ്പർ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ. ഈ 2 എക്സാംസും എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയോ ഇല്ലയോ, എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ആക്കണം കേട്ടോ കമന്റ് ബോക്സിൽ. അപ്പോ ഇന്നത്തെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു മുഖഭാവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും എനിക്ക് എത്ര സന്തോഷം ഉണ്ടെന്ന്. സാധാരണ മാത്സിന്റെ ഈ ഒരു ടൈമിൽ എനിക്കിപ്പോ ഓർമ്മ ഉണ്ടായത് എന്താണെന്നറിയോ, മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യമാണ്. മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അന്ന് ഞാൻ എന്തൊക്കെയാ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്രക്കൊരു ഭയങ്കര വിഷമമുള്ള ഒരു ദിവസമായിരുന്നു. പക്ഷെ ഈ ഒരു എക്സാംസ് വന്നപ്പോൾ എനിക്ക് ആ വിഷമം ഫുള്ള് പോയി. ഈ എക്സാംസ് മാത്രമല്ല, ബാക്കി എല്ലാ എക്സാംസും അങ്ങനെ തന്നെയായിരുന്നു. എന്താ പറയാ, മാത്സ് ഇൻക്ലൂഡ് ഇല്ലാത്ത എല്ലാ എക്സാംസും അടിപൊളിയായിരുന്നു. കെമിസ്ട്രി മാത്സും എനിക്ക് എന്തോ ഒരു ടഫ്നെസ് തോന്നി. എന്തായാലും എല്ലാത്തിന്റെയും റിവ്യൂ കൂടി നമ്മൾ നാളെ വൈകിട്ട് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. പിന്നെയാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് എന്റെ ചാനലില്. എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന്റെ വീഡിയോ നമ്മൾ എന്തായാലും മറ്റന്നാൾ അല്ലെങ്കിൽ നാളെ രാത്രി തന്നെ അപ്ലോഡ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെയാണ്. അതിനെപ്പറ്റി ഞാനിപ്പോ പറയുന്നില്ല, ബിക്കോസ് ആ വീഡിയോയിൽ എനിക്ക് നന്നായിട്ട് തന്നെ എന്താ പറയാ റോസ്റ്റ് ആക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല കേട്ടോ. അപ്പൊ ഗൈസ്, ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിരുന്നു എന്ന് പറയാം. ഇതില് ഓർ ക്വസ്റ്റ്യൻ വന്നത് ഭാഗ്യമായി ഗൈസ്. ഞാൻ പഠിക്കാത്തതായിരുന്നു ഈ കിടക്കുന്ന സാധനം കണ്ടോ. ഇത് ഞാൻ പഠിക്കാത്തായിരുന്നു, ഇത് എനിക്ക് അറിയായിരുന്നു. പിന്നെ പിന്നെ ഇതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഗൈസ്, ഈ ഓർ ക്വസ്റ്റ്യനില് ഇതെനിക്ക് അറിയാം, ഇതെനിക്ക് അറിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതും കിടിലായിരുന്നു. എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല ബയോളജി മുമ്പത്തെ പ്രാവശ്യമില്ലേ, എനിക്ക് ബയോളജിക്കായിരുന്നു ഏറ്റവും എന്താ പറയാ ഇത്തിരി കൂടി മാർക്ക് ഇത്തിരി കുറഞ്ഞത്. കാരണം ബയോളജി എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ എക്സാമിൽ ഞാൻ എന്തായാലും ഒരു 30 എബവ് സ്കോർ ആക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 30 എബവ് അല്ല കേട്ടോ, അതിനും കൂടുതൽ ഉണ്ടാവും. എന്തായാലും എനിക്കറിയില്ല, ഞാനിപ്പോ എക്സ്പെക്ട് ചെയ്യണ മാർക്ക് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല ഇതിനെ പറ്റിയിട്ട്.
അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് 3rd ആണ്. എനിക്ക് അറിയില്ല കേട്ടോ, ഇതിപ്പോ ഞാൻ പറയുന്നുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ സെക്കൻഡ് ആയിരുന്നു, ബി ആയിരുന്നു, ലാക്ടിക് ആസിഡും. ബി അല്ല കേട്ടോ, സോറി, സി ആയിരുന്നു, ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡ്. അത് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയാം. പിന്നെ ഗൈസ് മൂന്നാമത്തെ ആൻസർ എ ആയിരുന്നു. പിന്നെ നാലാമത്തെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് സി ആയിരുന്നു. പിന്നെ അഞ്ചാമത്തെ ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രം ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയാ, ഇത് ഹൈഡ്രോസ്കെൽറ്റനും എക്സോസ്കെൽറ്റൻ ആയിരുന്നു. എക്സോസ്കെൽറ്റൻ അല്ല, എൻഡോസ്കെൽറ്റൻ കേട്ടോ ഇത്. ഓക്കെ, പിന്നെ ഗൈസ് പിന്നെ ഇത് കാർട്ടിലേജ് ആയിരുന്നു, സോഫ്റ്റ്വെയർ പാർട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ വൃക്ഷം കുറയ്ക്കാനൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, അതായിരുന്നു. പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെ പേരൊക്കെ എഴുതി. പിന്നെ എന്താ പറയാ, ഫ്ലൂയിഡിന്റെ പേര് എഴുതിയില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് ഫ്ലൂയിഡാന്ന്, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. ഞാനിപ്പോൾ നോക്കിയിട്ടില്ല, ഞാൻ നേരെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കണം. ഫ്ലൂയിഡിന്റെ പേര് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ഫ്ലൂയിഡ് എനിക്ക് എന്ത് ഫ്ലൂയിഡാണ് കിട്ടിയില്ല. സോ എക്സ് ആൻഡ് വൈ മാർക്ക് ചെയ്യാൻ പറഞ്ഞ കൊണ്ട് അതിന് രണ്ടെണ്ണത്തോടി ഒരു മാർക്കാണ്, അപ്പൊ അരമാർക്കേ പോയിട്ടുള്ളൂ. സമാധാനമായി ഗൈസ്. അപ്പൊ ലിഗ്മെന്റ്സ് ആണ് എക്സ് കേട്ടോ, ഇതില് എക്സ് ആണ് ലിഗ്മെന്റ്സ്. പിന്നെ എല്ലാരും എഴുതി ബാക്കി. ഓക്കെ, അങ്ങനൊക്കെ ആയിരുന്നു. പിന്നെ ഈ ബാക്കിലുള്ളതും എല്ലാരും ഫിനിഷപ്പ് ആക്കിയിട്ടുണ്ട്. സോ 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 ഹാപ്പി ഗൈസ്. ഞാൻ ശരിക്കും ഈ മാർക്സ് ഒക്കെ വന്നപ്പോ ഒന്ന് സാറ്റിസ്ഫൈഡ് ആയി. എന്തായാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മൾ എന്താ പറയാ, പണ്ടത്തെ കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഫുൾ ഓക്കെ ആണ്. ഇനിയിപ്പോ നാളെ നമ്മൾ മലയാളത്തിന്റെ സ്റ്റഡി വ്ലോഗ് ഇന്ന് രാത്രി അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മലയാളം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കലാശക്കൂട്ട് തീർന്നു. ഇനി എക്സാം പേപ്പർ കിട്ടുമ്പോൾ ഒരു കലാശക്കൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.